അപ്പൊ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഥകളിപ്പദം അല്ലേ? കഥകളിപ്പദം ഇങ്ങനെ കേട്ടോന്നിരിക്കുകയാണ്. എന്ത് രസം പറയും കഥകളിപ്പദം കേൾക്കാനായിട്ട്. എത്ര കേട്ടാലും കേട്ടാലും മതിയാവില്ല. അതുപോലെ നല്ല രസം കഥകളിപ്പദം കേൾക്കാനായിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ മഹാദേവന്റെ ഒരു അമ്പലമുണ്ട്. എവിടെയാന്ന് വെച്ചാൽ മമ്മീരും തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം. ഞങ്ങള് വൈകുന്നേരമായി ഇഷ്ടൊന്ന് തൊഴാന്ന് പോയി അല്ലേ വെച്ചാ തൊഴാന്ന് നമുക്കൊന്ന് തീരുമാനിച്ചു. ഞാനൊക്കെ ദീപാരാധന തൊഴാൻ വേണ്ടിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മമ്മിയൂര് അമ്പലത്തില് ഇപ്പൊ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നമ്മളിവിടെ പോകുമ്പോൾ വെളിയിൽ തൊഴുന്നില്ല. അത് ഉള്ളിൽ കയറാറില്ല. സമയം കിട്ടാറില്ല. നമ്മൾ ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ബിആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീടും പൂട്ടി ഞങ്ങൾ പുറത്തിറങ്ങിയാണ്. മഴ ചതിക്ക് വെച്ചാ ഇങ്ങോട്ട് വന്നത് ഇത് നോക്കിയേ. ഇങ്ങോട്ട് നിന്ന് ഇത് നോക്കിയ മഴക്കാറ് കണ്ട ആകെ കത്തിച്ച് ഒലിച്ച് നിൽക്കുകയാണ്. മഴക്കാറുകളെല്ലാം കണ്ടില്ലേ? എപ്പോ വെള്ളം പെയ്യും. നമ്മൾ ഇറങ്ങാനുള്ള സമയത്താവും ചിലപ്പോ തുടങ്ങാം. എന്താവോ എന്തോ അല്ലേ ചാ നോക്കിയേ. താഴത്തോട്ട് പോലെ ഈ സ്ഥലം എനിക്ക് എന്നെ ഓർമ്മ ഉണ്ടല്ലോ. പക്ഷേ എന്താവും ഓർമ്മ ഈ സ്ഥലം? ഇത് നമ്മള് പണ്ട് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ടിക്ടോക്ക് ചെയ്ത മാത്രമല്ല, ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം എവിടെയാണ് ഫുൾ റീൽസ് എടുക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നപ്പോ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഫസ്റ്റ് എയ്ഡ് ഹൗസ് ഉണ്ട് ഇങ്ങനെ പോലെ അടിച്ച് റെഡിയാക്കും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ, ഒരു പനി പിടിച്ചിട്ട് മാറിയത്. പനി മാറി, പക്ഷെ ജലദോഷം അങ്ങനെ മാറുന്നില്ല. ഈ എന്തെന്ന് പറയുമ്പോ മൂക്കടവ് സംസാരത്തിന്റെ എല്ലാം മാറും. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കപക്കെട്ട് ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ട്. എല്ലായിടത്തും ശിഖല്ലയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ശിഖല്ലയൊക്കെ നന്നുണ്ട് ഇപ്പൊ. ഇവിടെ അതെ. അപ്പൊ അതോട്ട് പോലെ ഞങ്ങൾ മൂന്നാമത്തെ സ്ഥലത്തോട്ട് പോട്ടെ. അങ്ങനെ താഴെ എത്തി. ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തോട്ടിറങ്ങി. അപ്പൊ ഇച്ചിരി ഇനി മഴ എടുക്കും. ഞങ്ങൾ ഇനി വാതിൽ തുറക്കും. കണ്ടില്ല, ഈ വാതിൽ തുറക്കാനാണ്. മഴ പെയ്യില്ലെന്നാണ് എന്റെ നിഗമൻ മാത്രമാണ്. മഴ പെയ്യാതിരുന്നാ മതി. കണ്ടില്ല, വാല തുറന്ന് ഇനി എന്തായാലും പുറത്തോട്ട് പോയി. തൊട്ടടുത്ത് അമ്പലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു വഴിയുണ്ട്, നല്ല കാട് പോലെയുള്ള സെറ്റ് അറ്റ്മോസ്ഫിയർ. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ പറക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മഴക്കാറിലുണ്ട് ഇച്ചിരി ഡാർക്ക്നെസ്, കാറ്റൊക്കെ തന്നെയുണ്ട്. ആ ഭാഗത്തുണ്ട് പണി ആവൂ. പണിയാവാണ്ടിരുന്നാ മതിയല്ലേ. മഴ കാരണം ഈ വീഡിയോ നാശാവാണ്ടിരുന്നാ മതി. കാൽമണമാണ്ടിരുന്നാ മതി, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്കിനി മമ്മിയുടെ അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ മമ്മിയുടെ അമ്പലത്തിന്റെ മുന്നിലെത്തി. പിന്നെ നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ മമ്മിയുടെ അമ്പലത്തിലെത്തി. പണി കിട്ടി. മഴ പെയ്തു. അതെ, കുഴപ്പമില്ല. സമയത്ത് എത്തിയില്ല. നമുക്ക് കണ്ടില്ലേ, മഴ പെയ്തു. കറക്റ്റ് ടൈമിങ് ആണെന്നുള്ളൂ. വേറെ പ്രശ്നം വന്ന വഴിക്കുന്ന മഴ തന്നെ സുഖമായി. നമുക്ക് അകത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി. പിന്നെ എന്തായാലും തൊഴാം. കാരണം കറക്റ്റ് സമയത്തായിരുന്നു മഴ പെയ്തല്ലേ. വേറെ പ്രശ്നമില്ല. നമ്മൾ വന്ന വഴിക്കുന്ന മഴ തന്നെ സുഖമായിട്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റി. പക്ഷെ നല്ല മഴ ഉണ്ട്. ഇനി അങ്ങനെ നല്ല വലിയ മഴയാ പോകുന്ന. നാളെ തൃശ്ശൂർ ജില്ലാ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാന്ന് തോന്നുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് തൊഴാല്ലേ. അങ്ങനെ നമ്മൾ മമ്മീന്റെ അമ്പലത്തിൽ കയറി തൊഴുതു. അല്ലേ ചാ? നല്ല സമാധാനം എന്റെ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടുന്നു. നമുക്ക് ദീപാരാധന പറ്റി തൊഴാൻ പറ്റിയത് വലിയൊരു കാര്യം. അമ്പലത്തിൽ വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സമാധാനം, ടെൻഷനൊക്കെ നമുക്ക് ഭഗവാനോട് പറയുമ്പോ അത് സൈക്കോളജിപരമായിട്ട് നമ്മുടെ പ്രശ്നം എന്തെങ്കിലും വേറൊരു മറ്റൊരാളോട് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ സമാധാന പ്രശ്നം ഉണ്ടല്ലോ പതുക്കെ കുറയുന്ന പറയാം. അതേ ഫീലിങ്സ് ആണ് ഭഗവാനടുത്ത് പറയുന്നത്. അത് നെറ്റ് കുറയുന്നതാണ് പറയാം. അങ്ങനെയാണ് അമ്പലത്തിലെ ആൾക്കാർക്ക് വരാൻ ആഗ്രഹം കൂടുക. ഞങ്ങളും അതേപോലെ വന്നു അല്ലെ. അടിപൊളിയായിരുന്നു. കൊള്ളാം. അതിനെ പറയാനൊന്നും മറന്നുപോയി. അല്ല, നമ്മൾ അമ്പലത്തേക്ക് നമ്മള് നമ്മള് കുറെ ദിവസമായി വൈകുന്നേരം ദീപാരാധന തൊഴണം എന്ന് വിചാരിക്കും. അപ്പൊ ഓരോ മഴ അല്ലെങ്കിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നല്ലൊരു സന്ദർഭം കിട്ടുന്നത്. അപ്പൊ നമ്മൾ വന്ന് തൊഴുതു, ഉള്ളിലൊക്കെ കയറി തൊഴുതു മഹാവിഷ്ണു. പിന്നെ അമ്പലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 മണി വരെ, രാവിലെ 10 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ പണിക്കാരില്ലാത്ത ദിവസം മാത്രം 1 മണി വരെ ഉണ്ടാവും. പിന്നെ
അമ്പലത്തിൽ നിന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രസാദം കിട്ടി. അവിടെ പായസം വിതരണം ചെയ്തിരുന്നു. നല്ല കടുംപായസമായിരുന്നു, നല്ല ടേസ്റ്റുള്ള കടുംപായസം. അപ്പൊ അത് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുന്നതാണത്. അപ്പൊ അത് നമുക്കും കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഗുരുവായൂർ പാടത്തിന് മുൻപെത്തി. ഗുരുവായൂർ എത്തിയാണല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി. ഇവിടെ അത്ര മഴയില്ല, ഭാഗ്യം. മഴ പോയെന്ന് കാരടിച്ചു പോയി. നല്ല മഴ ഇന്ന് രാത്രി പോയി, ആരത്തെ ഉറപ്പാ രാത്രി ഇതെല്ലാം വേണ്ടോ? നല്ല മഴ ഉണ്ടാവും. അപ്പൊ നമ്മള് അതേപോലെ അമ്പലത്തിലേക്ക് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറി നമുക്ക് തൊഴണം. കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്ന് ഭഗവാന്റെ അടുത്ത് ഒരു പ്രത്യേക സുഖമാണ്. അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിന്റെ അങ്ങോട്ടും നമുക്ക് അങ്ങോട്ട് പോവല്ലേ, ആ ഭാഗത്തേക്ക് പോവാം. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇന്ന് എന്താ വെച്ചാ ബുധനാഴ്ച അങ്ങനെ അമ്പലത്തിലെ തിരക്കുണ്ടാവും. ബുധനാഴ്ച തിരക്ക് കുറച്ച് കുറയും, ഇച്ചിരി കുറയും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെള്ളിയാഴ്ച മുതലാണ് ആൾക്കാരെ തിരക്ക് കൂടുക. വെള്ളി ശനി ഞായർ എന്നല്ല അവധി ദിവസങ്ങളല്ലേ. അതുകൊണ്ട് വെള്ളിയാഴ്ച മുതൽ കൂടിയിട്ട് സൺഡേ വരെ ഒരു തിങ്കളാഴ്ച ഉണ്ടാവും കുറച്ച് തിരക്ക്. ചൊവ്വാഴ്ച മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് കുറയും വ്യാഴാഴ്ച വരെ. പിന്നെ വ്യാഴാഴ്ച വൈകിട്ട് വെള്ളിയാഴ്ച മുതലൊക്കെ തിരക്ക് കൂടുതലും. അപ്പൊ അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് തൊഴുതിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുത് നമ്മൾ പുറത്തിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വെച്ച് മഴ കാരണം ഞങ്ങൾ പെട്ടു എന്നാണ്. പിന്നെയാണ് ഞങ്ങള് രക്ഷപ്പെട്ടത്. അങ്ങനെ മഴ പെയ്തില്ല, ഭാഗ്യം എന്ന് വെച്ചാൽ. കാരണം ഞങ്ങൾ ശരിക്കും മഴ പെയ്തപ്പോഴേ പെട്ടു എന്ന് വിചാരിച്ചതാ. പിന്നെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലേ. അങ്ങനെ നമ്മളിപ്പോ നിക്കണത് നമ്മുടെ ശ്രീ വത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ്. അതെ, തൊട്ടപ്പുറത്ത് നമ്മുടെ കേശവൻ, തൊട്ട് മുന്നിൽ പത്മനാഭൻ അല്ലെ, അങ്ങനെ തൊട്ട് പുറകിലാണ് കേശവൻ. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ദിവസമാണെന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഞങ്ങളെ പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങള് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങോട്ട് പോരും. നമ്മൾ വീട്ടിൽ നമ്മള് വന്നിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ പോകുള്ളൂ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് എന്ന് പറഞ്ഞാലും. അതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ പെട്ടെന്ന് റൗണ്ട് ചെയ്ത് ഭഗവാനൊക്കെ തൊഴുത്. അതെ, ഞങ്ങൾ മെല്ലെ വരും. മെല്ലാതെ ഞങ്ങൾ ഇവിടെ കുറച്ച് ചിലപ്പോ അവിടെ കുറച്ച് ഞങ്ങൾ പോകുള്ളൂ. വീട്ടിലേക്ക് പോകും. അപ്പൊ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെയാണ് ഞങ്ങളിങ്ങനെ ചെയ്യും. അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ നമ്മള് ചെയ്യാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാരെന്നറിയാം. വഴിപാട് ചെയ്യാൻ വേണ്ടി, പ്രാർത്ഥനയോട് കൂടി. ചിലവർ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 6 മാസം മുന്നേ തീരുമാനിച്ച പോകണം, ഇതേവരെ നടന്നില്ല, ഇപ്പോഴാണ് അവസരം ഒത്തുകിട്ടി ഞങ്ങൾ ഗുരുവായൂർക്ക് വന്നത് പറയും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഒത്തിരി ആൾക്കാര്. നമ്മളെ അനുഭവത്തിലും നമ്മള് എന്താ അറിയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ ഇതുപോലെ. കാരണം ഗുരുവായൂർ പോകണം എന്ന് ആഗ്രഹം, പക്ഷെ അവർക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയും. എന്താണ് അത് കളി എന്ന് വെച്ചാൽ നമുക്കറിയില്ല. അപ്പൊ നമുക്കിങ്ങനെ എന്നും വരാനും ഇരിക്കാനും കിട്ടുന്നൊക്കെ അതൊരു സാക്ഷിയായിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ പിന്നെ നമ്മളിനി പുറത്തോട്ടൊക്കെ ഒന്ന് പോകണ്ട. പുറത്തോട്ട് പോകണം. +1 സ്കൂൾ തുടങ്ങി. ശനി ഞായറാണ് പിന്നെ ലീവ് കിട്ടുക. അതെ, അങ്ങനെ പിന്നെ സ്കൂൾ തുറന്ന 6-ാം തീയതിയാണ്. ഇപ്പൊ 8-8 തീയതി 8-ാം തീയതി. അപ്പൊ ഇന്ന് വലിയ രീതിക്ക് പഠിപ്പിച്ചില്ല. സോഷ്യോളജി ഒക്കെ പഠിപ്പിച്ച് സെറ്റപ്പാക്കി. സോഷ്യോളജി എന്താണ്, റൈറ്റർ മിൽസ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്, അതുപോലെ അവര് കണ്ടുപിടിച്ചതാണ് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനൻസ്. അങ്ങനെ അതൊക്കെ പഠിപ്പിച്ചു. ഓരോന്നൊക്കെ എല്ലാം പഠിപ്പിച്ചു. സോഷ്യോളജി എന്താണ് കൃത്യമായി പറയാൻ പറ്റും. തുടങ്ങായിട്ടുള്ളൂ. പിന്നെ ബുക്കൊക്കെ ടീച്ചർ നാളെ കൊണ്ടുവരാൻ, അതിന് കാശ് കൊടുത്താൽ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ 8, 9, 10 പഠിച്ചത് ആപ്പിള് വീണത്, ന്യൂട്ടൺ. അതുപോലെ തന്നെ നമ്മുടെ ഈ കറണ്ട് കണ്ടുപിടിച്ച ആള്. ഇതേപോലെ തന്നെ അല്ലേ ഇവിടെ +1 ഒരു ബന്ധമില്ല. സയൻസ് ഇല്ലല്ലോ. സയൻസ് ഇല്ല, സയൻസ് അല്ലല്ലോ എടുത്തത്. ന്യൂട്ടൺ ഉണ്ടാവില്ല, ആപ്പിളും ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. നിയമങ്ങൾ പഠിക്കാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലോസ് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, അതുപോലെ നമുക്ക് കിട്ടിയ അവകാശങ്ങൾ എന്തൊക്കെ, നമ്മൾ എന്തൊക്കെ രീതിയിൽ നടക്കണം, നമ്മുടെ സ്വഭാവ രീതി, അതുപോലെ തന്നെ മനുഷ്യത്വം എത്രത്തോളം നമ്മൾ നിയന്ത്രിക്കണം, നടത്തണം, അങ്ങനെ കൊണ്ടുനടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ സമൂഹത്തിൽ പെരുമാറേണ്ട രീതികൾ. ശരിക്കും നല്ലൊരു മനുഷ്യനാണ് ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ. IPC സെക്ഷൻ ഒക്കെ പഠിപ്പിക്കില്ലേ? അതന്നെ റൂൾസ് എല്ലാം പഠിപ്പിക്കും. പൊളിറ്റിക്കൽ ആയിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ജനാധിപത്യ രാജ്യം,
ഒരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് അത് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ അതിന് വശം കുറെ ആക്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അങ്ങനെ പിന്നെയുള്ള സോഷ്യോളജിയാണ്. സോഷ്യോളജി അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തെ കുറിച്ചുള്ളത്. പിന്നുള്ളത് എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രം. അത് നമ്മള് എപ്പോ ജോലി ചെയ്താലും എന്ത് ജോലി ചെയ്താലും സാമ്പത്തികം ഉണ്ടായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ സാമ്പത്തികം എങ്ങനെ നിർത്തണം, എങ്ങനെ കണക്ക് കൂട്ടണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചത്. അങ്ങനെ തുടങ്ങാൻ പോകണുള്ളൂ. നമ്മൾക്ക് ടീച്ചർ പറഞ്ഞു, എന്റെ ഒരു ബേസ് പറഞ്ഞ ടീച്ചർ പോയി. തുടങ്ങിയിട്ടില്ല, തിങ്കളാഴ്ചക്കാവും. ഞാൻ ബുക്ക് തുറന്നില്ലല്ലോ, ഒരാഴ്ചക്ക് പിടിക്കും. അപ്പൊ ഈ മറ്റെന്താ പറയാ, ഓണപ്പരീക്ഷ ഉണ്ടാവില്ല? ഓണപ്പരീക്ഷ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം യൂട്യൂബിലൊക്കെ പറയണ ഓണപ്പരീക്ഷയില് നേരെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കിടക്കുക ചെയ്യാം. അങ്ങനെയാണ് ഓണപ്പരീക്ഷ നമ്മൾ ഫേസ് ചെയ്യാതെ ക്രിസ്മസ് പരീക്ഷ അങ്ങനെയൊക്കെയാണ് പറയണത്. അറിയില്ല, യൂട്യൂബിൽ അങ്ങനെ കണ്ടത് ഇങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ ആപ്പുകളൊക്കെ പറയണത്. അങ്ങനെ കുറെ ഉണ്ട്. 10 പീരീഡാണ്. അതാണ് അവിടെ 7 പീരീഡ് വരെ പഠിച്ചിട്ട് 10 പീരീഡ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4:30 വരെ 10 പീരീഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ 10 മണിക്കാന്ന് മാത്രം. ഇത് 1 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് ഇരുന്ന് പിടിക്കും. അതാണ് 2 വർഷമുള്ളല്ലോ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ 2 വർഷം നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചെല്ലുമ്പോ വേറൊരു ഇതാണ് നിങ്ങൾ സ്വാഗതം ചെയ്യാറ്. പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ തന്നെ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ വേറൊരു മൂഡാണ്. അതായത് നമ്മൾ പറയില്ലേ, ഏത് മൂഡ്, ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. സിനിമയിലൊക്കെയാണ്, കോളേജൊക്കെ അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ടാവും. പഠിക്കാനുണ്ട്, സിനിമയില് പഠിത്തം കാണിക്കില്ലല്ലോ. അവിടെ ഫുള്ള് ഇൻസിഡൻസ് മാത്രമേ കാണിക്കുള്ളൂ. അതൊക്കെ എന്നാലും വൈബ് എന്ന് പറഞ്ഞാൽ വേറെ. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങളിൽ പ്ലസ് 1 പ്ലസ് 2 കാണിക്കണത് ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നില്ല. ഒരു പ്രണയം, മാച്ചിന്റെ അങ്ങനത്തെ കാട്ടായം കാര്യങ്ങൾ മാത്രമല്ല, കോമഡീസ് മാത്രമല്ല. അതാണ് ഓരോ സിനിമ അനുസരിച്ച് നമുക്ക് താരതമ്യം ചെയ്യും. അതിനെ ഇപ്പൊ ലോ കോളേജിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മള് ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ പറയും ഫുട്ബോളിക്കുള്ള സ്ഥലങ്ങളിലുള്ള നിങ്ങൾക്ക് മാറുന്നോടെ. അതുപോലെ ST ഇരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഓക്കെ. അങ്ങനെ ഓരോ സീനൊക്കെ ഉണ്ടാവില്ല. അത് അവിടെ കാണിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ ഇന്ന ആക്ടാണ് അങ്ങനെ പറയാൻ പാടില്ല. സിനിമയിൽ മാത്രമേ ഉള്ളൂ. പഠിക്കാൻ ചിലപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചേ അങ്ങനെ അതിന് പുറകിൽ ഇങ്ങനെ പഠിത്തത്തിന് കാര്യത്തിൽ ഇങ്ങനെ ഉണ്ട്. സിനിമ ആഗ്രഹം മടുപ്പ് പാട്ടില്ല. അങ്ങനെ സിനിമ വേറെ, ജീവിതം വേറെ. പഠിപ്പ് എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പഠിത്തവും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ജോലിയും ഇല്ല. വേറെ കാര്യം പറയാം, ഈ സിനിമയിലെ ഓരോ സീൻസുകൾ ഇങ്ങനെ കാണുന്നത് നമ്മുടെ ഉള്ളിൽ കോളേജിൽ കാണാനും കോളേജിൽ ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാള് അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നില്ലേ, കോളേജാണ് കാണിക്കണത്. ആ സിനിമ പേര് മറന്നു. ആ സിനിമയില് കോളേജാണ് കാണിക്കണത്. അതില് അവർക്ക് നല്ലോണം വിവരം ഉണ്ടാവും 3 സ്റ്റുഡൻസിന്. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് ഓരോ കണക്കും കാര്യങ്ങളൊക്കെ പറയില്ല. അങ്ങനെ അപ്പൊ ഇന്ന് വൈകുന്നേരം നല്ലൊരു സന്ധ്യ, സായം സന്ധ്യ ആയിരുന്നു. അതെ, ഏതൊക്കെ വഴി അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് നമ്മൾ വേറെ വഴിക്ക് കോളേജിലേക്ക് പോയി. നമ്മള് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. വൈകുന്നേരം നല്ല ദീപാരാധന സന്തോഷമായി. ഞങ്ങൾ മഴയോടെ വന്നു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.